അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, തീരെ കോപ്പറേറ്റീവ് അല്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. ഈ തീരെ കോപ്പറേറ്റീവ് അല്ലാന്ന് ഉദ്ദേശിക്കുന്നത് എവിടെന്നെങ്കിലും ഒരു റെഫറൻസ് ഫോട്ടോ അയച്ചു തന്നിട്ട് അതേപടി അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കസ്റ്റമേഴ്സിനെ കുറ്റം പറയല്ല, കസ്റ്റമേഴ്സാണ് നമ്മുടെ ഹോം ബേക്കേഴ്സിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ഉണ്ടായൊരു ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ റെഫറൻസ് ഫോട്ടോ അയച്ചു ഫോട്ടോ ഒരു ബട്ടർ ക്രീമിൽ ചെയ്തെടുത്തൊരു കേക്കാണ്. അതിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റും എന്താ പറയുക പെട്ടെന്ന് കിട്ടാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ എക്യുപ്മെൻറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഏകദേശം ഒരു 90% ഞാൻ ചെയ്യുള്ളൂ, ഓക്കെ ആണോയെന്ന് ചോദിച്ചു. അപ്പോൾ കസ്റ്റമർ ഓക്കെ ഡീൽ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നത്ര മാക്സിമം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓർഡർ വർക്ക് എടുത്ത് ഫൈനലൈസ് ചെയ്ത് കസ്റ്റമറിന് ഫോട്ടോ ഷെയർ ചെയ്തപ്പം കസ്റ്റമർ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അവർ അയച്ചു തന്ന ഫോട്ടോയും നമ്മുടെ ഫോട്ടോയും അവർക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഞാൻ വീണ്ടും കസ്റ്റമറോട് ചോദിക്കുന്നു ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ. ബട്ട് എൻ്റെ കാഴ്ചയിൽ ഇത് ഓക്കെയാണ്, ഞാൻ ചെയ്തൊരു വർക്ക് മാക്സിമം ആണ്. ബട്ട് ആ ഒരു കസ്റ്റമർ ആ കേക്ക് റിസീവ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല, ഫണ്ടും തന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫൈനലി കേക്ക് റിസീവ് ചെയ്തു. ഫണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കസ്റ്റമർ ഹാഫ് പേയ്മെൻറ്റും ചെയ്തു കേട്ടോ. അപ്പം ആ ഒരു ദിവസം എനിക്കുണ്ടായൊരു ഹോൾ ഡേ ഉണ്ടായൊരു ഡിപ്രഷൻ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു കേക്കിനെടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാക്സിമം ആയിരിക്കും. നമ്മൾ ഓരോ ഹോം ബേക്കേഴ്സും ഓരോരോ കേക്കുകൾ ചെയ്യുമ്പം ഓരോരോ കേക്കിന് കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇൻസിഡൻറ്റ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ.